ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഒട്ടും വൈകിട്ടില്ല. ഇന്ന് 13-ാം തീയതി, 15-ാം തീയതി EMI ആണ്. അതുകൊണ്ട് 9:15 തന്നെ ഇറങ്ങിയിട്ടാ. എത്ര നേരം എത്ര നേരം ഓടാൻ പറ്റും അത്ര നേരം നമുക്ക് ഓടാട്ടാ. ഞാൻ ഈ സൈഡിൽ നോക്കണത് എയർ നോക്കണേ. കാരണം ഇന്നലെ വന്ന വഴിക്കൊക്കെ പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ പോയത് അറിയില്ല. അപ്പോൾ 4 ടയർ ഞാൻ ആദ്യം നോക്കിയിട്ടാണ് വണ്ടി കയറണേട്ടാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടിയിലേക്ക് പോവാം. യെസ് ഗൈസ്, ഇപ്പോൾ കുറച്ച് ചടങ്ങുണ്ട് എനിക്ക്. വണ്ടിയൊക്കെ നീറ്റാണ്, ഇന്നലെ ഓടിയില്ല. അതുകൊണ്ട് നീറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. വേണ്ട, ഇത് മരുന്നാണ്. 2 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഹോമിയോ മരുന്നാണ്. അതാ മൊബൈൽ, ഇത് പിന്നെ ബാഗാണ്. എന്തൊക്കെ ചടങ്ങാണ് വണ്ടിയിലോട്ട് കയറുമ്പോൾ അല്ലേ. മാതാവേ കാത്തോളേ. വേണ്ട, ഇന്നലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് വൈപ്പറൊക്കെ ഓണായിരുന്നു. മാതാവേ കാത്തോളേ, ഇന്നത്തെ ദിവസം അടിപൊളിയാക്കി തരണേ. നല്ല അടിപൊളി കസ്റ്റമേഴ്സ് കയറട്ടെ. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് പോട്ടാ. അമ്മന നമ്മുടെ ബാങ്കിൽ കൊണ്ടാക്കുന്നു, അവിടെ നിന്ന് ഓണാക്കുന്നു പതിവ് പോലെ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ചവറ, ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. അങ്ങനെയല്ല ലക്ഷ്യ. ഒന്നും കൂടി. അപ്പോൾ മച്ചാമാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. യാ, ലെറ്റ്സ് ഗോ. നേരെ പേര് ജംഗ്ഷനിലേക്ക് പോവാം. എന്നിട്ട് അവിടെ നിന്ന് ഓണാക്കാടാ. CNG അടിച്ചിട്ട് 22 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്നലെ ടർബോ അടിച്ചെന്ന CNG ആണ്. ഓക്കെ, കയറിക്കോ, പോവാം. ഇന്നൊരു തേഴ്സ്ഡേ ആണ് ഞാൻ ഇറങ്ങിയേക്കണത്, വ്യാഴാഴ്ച. ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാട്ടെ ഗൈസ്. ഗൈസ്, അങ്ങനെ മാതാജീനെ കൊണ്ടൊന്ന് ഡ്രോപ്പ് അടിച്ചിട്ടാ. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിടാം. ഇവിടെ തന്നെ ഇട്ടേക്കാം, വെറുതെ ഓടിച്ച് നടക്കണ്ട. കാരണം വേറെ ഒന്നുമല്ല, വെറുതെ CNG എത്തിച്ചാളണ്ടല്ലോ. വാലറ്റിൽ എന്തോ പൈസ കൊടുക്കാനുണ്ട്. ഞാൻ 300 സംതിങ് ആണെന്നോ, 366 കൊടുക്കാനുണ്ട്. യു ലോസ് ആക്സസ് ടു ക്യാഷ് റിപ്പറേറ്റ്. ഇന്നെ കൊടുത്തില്ലെങ്കിൽ സീനാണെന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ പേയ്മെൻ്റ് ഒന്ന് കൊടുത്തിട്ടേക്കട്ടെ ഗൈസ്. ഓക്കെ മച്ചന്മാരെ, പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ തന്നെ അടി വന്നു കേട്ടാ. അതാണ് പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ തന്നെ ട്രിപ്പ് വന്നിട്ടാ. ഓക്കെ, ഞാൻ പോയി ഒന്ന് പിക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാടാ. വണ്ടി ഓഫാക്കി പോലുമില്ല, പേയ്മെൻറ്റ് കൊടുത്തു അപ്പം തന്നെ ട്രിപ്പും വന്നു. ഇതാണ് ഊബർ ഗൈസ്. ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടാ. 240 രൂപയാണ് കാണിച്ചത്. ആ മാഡം എനിക്ക് 20 റുപ്പീസ് ടിപ്പും തന്നിട്ടോ. സോ ഞാനിപ്പോൾ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡാണ്. നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒതുക്കിയിടാം. നൈസ്, നല്ലൊരു മേടം വരുന്നേട്ടാ. അതിലെനിക്ക് 217 രൂപ ഉണ്ടായി കിട്ടിയേക്കണത്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒതുക്കിയിടാം, എന്നിട്ട് ഇനി അടുത്ത ട്രിപ്പിനായി കാത്തിരിക്കാം. ഒതുക്കിയിടാൻ സ്ഥലമില്ലെന്ന്, അതാണ് ഏറ്റവും വലിയ സീൻ. ഇവിടെ എവിടെയെങ്കിലും നിൽക്കട്ടെ ഗൈസ്. നല്ലൊരു മേടം വരുന്നത്. അധികം സംസാരിച്ചൊന്നുമില്ലടാ, ഞാൻ പാട്ടൊക്കെ വെച്ച് കൊടുത്തു. കാരണം സൈലൻ്റ് ആയിരുന്നു. ഒരു പ്രായമായിട്ടുള്ളൊരു നല്ലൊരു അമ്മയായിരുന്നു കേട്ടോ. സോ ലെറ്റ്സ് ഗോ ആൻഡ് പോസ്റ്റ് അടിക്കാം എവിടെയെങ്കിലും പോയിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ സൈഡിലുണ്ട്. ഇവിടെ കൊണ്ടിടുമോയെന്ന് ചോദിച്ചാൽ ഈ ഹൈക്കോടതി സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടിടേണ്ടി പറ്റും. അത് നടക്കും. ഇവിടെ എവിടെയെങ്കിലും ഇടാം. കറക്റ്റ് 10 മണിയായി. 8 മണിക്കാണ് ഞാൻ മരുന്ന് കഴിച്ചത്. അപ്പോൾ കറക്റ്റ് 2 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കണ സീനുണ്ട് കേട്ടാ. അപ്പോൾ ഞാൻ മരുന്ന് കഴിക്കട്ടെ. കഴിച്ചിട്ട് 1/2 മണിക്കൂർ പോസ്റ്റ് അടിച്ചിട്ടാ. 10:32 ഒരനക്കവും ഇല്ല കേട്ടാ. അവിടെ ഒന്ന് മാറ്റിയിട്ടേക്കാം, അല്ലെങ്കിൽ പെട്ടുപോകും. വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ. ഊബറിൽ പിന്നെ അനക്കൊന്നുമില്ല, ഒരു റഡാർ പോലെ അടിച്ചില്ല. ഹൈക്കോടതി ജംഗ്ഷൻ ഉണ്ടത്, പക്ഷെ വലിയ തിരക്കൊന്നുമില്ലടാ. റോഡൊക്കെ വെറുതെ ശൂന്യാകാശം പോലെ കിടക്കണം. ഓഹ്
നൈസ് വണ്ടി. റോട്ടിലൊന്നും ആരുമില്ല. അപ്പൻ്റെ എല്ലാവരും ഇവിടെ പോയി. ഇങ്ങോട്ട് പോവാം. ഇതാണ് നമ്മുടെ സ്പോട്ട്. തണൽ മരങ്ങളും ഉണ്ടാവും, പാർക്ക് ചെയ്യാനും പറ്റും. ഇവിടെ കിടക്കാം. ഇവിടെ മതിലിനോട് ചേർത്തിട്ടേക്കുന്ന കാരണം കുറേ നേരം പോസ്റ്റ് അടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സീനാണ്. ഓക്കെ, ഇവിടെ ഇട്ടേക്കാം. ഗൈസ്, ഇവിടെ വന്നിട്ട് അരമണിക്കൂറായിട്ടാ. അപ്പോൾ 10 മണി തൊട്ട് 11 മണി വരെ നോ ട്രിപ്സാണ്. ഞാനിവിടെ നിന്ന് മടുത്ത്. അശ്ശൂ, കാക്ക പണി തന്നു ഗൈസ്, കാക്ക പണി തന്നു. കാക്ക ഷിറ്റടിച്ച് ഒന്ന് കഴുകിയേക്കട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. കഴുകി ഗൈസ്, കഴുകി അല്ല, കാക്ക പണി തന്നോണ്ടിരിക്കണേണ്ട. മേളിലെന്തോ കൊത്തി തിന്നട്ടെ താഴത്തേക്ക് ഇട്ടോണ്ടിരിക്കണേ. ഞാൻ ഇവിടെ നിന്ന് മാറ്റാനാണ്. അരമണിക്കൂറോളം ഇവിടെ നിന്നു. ഒരു സ്ഥലത്ത് ഞാൻ അരമണിക്കൂർ ഇടവിട്ടാണ്ട നിൽക്കണത്. യു മിസ് ദ ഓർഡർ ഉണ്ടോ ഇതിലേ. ട്രിപ്പ് വന്നതും പോണതും ഒരേ സമയത്താണ്. അത് റാപ്പിഡോയിലൊക്കെ ഉണ്ടോ. ഞാനിപ്പോൾ എല്ലാ ആപ്പും ഓണാക്കി. ഊബറിൽ ട്രിപ്പ് തരാത്തതുകൊണ്ട് എല്ലാ ആപ്പും ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഏതിലെങ്കിലുമൊക്കെ ഇട്ട് അടിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അതായത് റാപ്പിഡോ, യാത്രി, പിന്നെ ഒലയും ഊബറും. ഈ 4 ആപ്പ് ഞാനിപ്പോൾ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടുത്തെ പമ്പിൽ പോയിട്ടൊന്ന് യൂറിനേറ്റ് ചെയ്തിട്ട് ബാക്കി നോക്കാം. വെള്ളം കുടിക്കണോണ്ടേ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണോണ്ട് സീനാണ്. ആരും ഇല്ല റോട്ടിലൊക്കെ കണ്ട. അതാണ് സത്യത്തിൽ സംഭവിച്ചേക്കണത്. യൂറിനേറ്റ് ചെയ്യാൻ സ്ഥലം നോക്കി ഇതേ ലൂർദ് ഹോസ്പിറ്റൽ വരെ എത്തി. എന്നിട്ട് പോലും ഒരു ട്രിപ്പ് എനിക്ക് അടിച്ചിട്ടില്ലെന്നാണ്. എല്ലാ വണ്ടിയും വെറുതെ കിടക്കണേണ്ട. അവസ്ഥയാണല്ലോ ഗൈസ്. 11:30 മണി. അരമണിക്കൂർ ഞാനിപ്പോൾ ഓടിച്ചടങ്ങും. 42 കിലോമീറ്റർ വെറുതെ CNG അടിച്ച് കറങ്ങി കിടക്കണം. എന്തൊരവസ്ഥയാണല്ലേ. കുറച്ച് ദിവസത്തേക്ക് വണ്ടി ഓടാതിരിക്കണേന്ന് തോന്നണം നല്ലത്. വെറുതെ കറങ്ങി കിടന്ന് CNG കത്തിച്ചളയണമെന്നല്ലാതെ ഒരു ഗുണവും ഇല്ലട്ടാ. കുറേ പേരൊക്കെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട്. എന്തൊരവസ്ഥയാണ്. ഇറങ്ങണവരൊക്കെ പെട്ടുപോണേണ്ട. ഇറങ്ങി നോക്കി കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ എല്ലാവരും പറയും നല്ല ഓട്ടം ഉണ്ടെന്ന്. മരിച്ചിരിക്കണോ പൊന്നെ, എവിടെ പോകുന്നു. ഒരു ട്രിപ്പ് തായോ ഊബർ. അവസ്ഥയാണ്, അതുകൊണ്ടല്ലേ. ഇന്ന് ഓടിക്കിട്ടുന്ന പൈസ കൊണ്ടേ നമ്മുടെ സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നടപടി ആയില്ല. ഇന്നത്തെ ഓട്ടം എനിക്ക് തോന്നണ ഒന്നും കിട്ടുമെന്ന്. വളരെ ദയനീയമായിപ്പോയല്ലോ. ഇന്നലെ ഞാൻ ഓടാൻ ഇറങ്ങിയില്ലട്ടാ. കാരണം എല്ലാവരും പറഞ്ഞു ഓട്ടമില്ല. പിന്നെ ഈ റോട്ടിൽ കിടന്നിങ്ങനെ അലയണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ ഇറങ്ങിയില്ല. ഇന്നും ഇറങ്ങേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വെറുതെ രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കാന്നല്ലാതെ ഒരു രക്ഷയില്ല. അയ്യോ ഗൈസ്, ഞാനിത് ഈ പറമ്പിൽ പോയി. ആ പറമ്പുണ്ടാ, വിശാലമായ പറമ്പ്. നമ്മുടെ ബസ്സൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള സൈഡിൽ അവിടെ പോയി യൂറിനേറ്റ് ചെയ്തു. ഈ പെട്രോൾ പമ്പിലൊക്കെ എല്ലാം അടച്ചു കൂട്ടിയിട്ടാണ്. എല്ലാ പെട്രോൾ പമ്പിലെ
അതൊക്കെ ശോകമാണ് അങ്ങനെയൊക്കെ ചെയ്യണത് അല്ലേ. എല്ലാം അടച്ചു കൂട്ടിയിട്ടേക്കണം. ഇവിടെയും ഇപ്പോൾ വാഴക്കാലയിൽ CNG പമ്പില്ലേ, അവിടെയും ഇവിടേക്ക് ഇതേപോലെ കാണിക്കും. അതൊക്കെ വളരെ വളരെ ശോകമാണ്. വേറെ ആൾക്കാരൊക്കെ എവിടെ പോകും, പിന്നെ പറമ്പ് നോക്കി കിടക്കണം. പിന്നെ എന്ത് പറയാൻ, വെയിറ്റ് ചെയ്യുക അല്ലാണ്ട്. വട്ട് പിടിക്കണം. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് 12 മണിയായിട്ടോ. രക്ഷയില്ല അല്ല, ഇങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നുകൊണ്ട് പോകുന്നു. ഇനി അടുത്ത സ്പോട്ടിലേക്ക് മാറ്റി പിടിക്കാം. എത്ര നേരം എന്നറിയോ ഒരു ട്രിപ്പിന് വേണ്ടി കാത്തിരിക്കണത്. ശോകം ഞാൻ പോണം. ഈ മച്ചാൻ ഇവിടെ ഉറക്കമാണ് വേണ്ട. ഉറക്കമാണ്, നല്ല ഉറക്കമാണ്. എങ്കിലും കിടന്ന് ഉറങ്ങണ്ടേ, ഒറ്റക്കൊന്നൊരു ഓട്ടമില്ല. വിശക്കാൻ തുടങ്ങി. നല്ലൊരു കമ്പനിക്കാരൻ 650 രൂപ ഓടി. അതിൽ കയ്യിൽ നിന്നും കൂടി 150 രൂപയും കൂടി ഇട്ട് CNG അടിച്ച് നേരെ വീട്ടിൽ കയറിയിരുന്നു. ഓടാനിറങ്ങിയത് എന്തിനാ? വള്ളിയാണ് ചെറിയ ദിവസങ്ങളൊക്കെ മുട്ടൻ വള്ളിയാണ്. ഇപ്പം ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ഓടണവർക്ക് അറിയാൻ പറ്റും, ഒന്നും കിട്ടിയിട്ടില്ല. ഈ ആഴ്ച ഞാൻ ആകെ ഓടിയേക്കണം എന്തോ 1800 രൂപ അങ്ങനെ എന്തൊക്കെയാണ്. അത് തിങ്കളാഴ്ച. ഓട്ടമില്ല ശോകം. ഗൈസ്, ഇവിടെ നിന്നൊരു സർബത്ത് കുടിച്ചിട്ട് നേരെ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോവാം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ശോകം. അങ്ങനെ 2.5 മണിക്കൂറിന് ശേഷം എനിക്കൊരു ട്രിപ്പ് അടിച്ചിട്ടാ. ബാക്ക് സൈഡിലാണ് നിൽക്കണത്. ഞാൻ അടുത്ത വഴി തെറ്റിപ്പോയി. അവിടെ നിന്ന് കറക്റ്റ് ഒരു ലൈം അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ട്രിപ്പ് അടിച്ച്. പക്ഷേ നല്ല പണിയായി പോലെ കിട്ടിയത്. ഈ വഴി കൂടി തന്നെ അങ്ങോട്ട് കറങ്ങി പോവാം. ഞാൻ കസ്റ്റമറെ പോയി പിക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി നോക്കാട്ടാ. ഗൈസ്, 380 രൂപ വേണ്ട മേടിച്ചത് ഈ കസ്റ്റമറുടെ അടുത്തുനിന്ന്. അപ്പോൾ വധൂരി വന്ന് എന്നെ വണ്ടിക്കിട്ട് തട്ടിയാണിപ്പോൾ. അതിൽ മൊത്തം 454 രൂപ കേട്ടോ. ഞാനിപ്പോൾ 1 മണി കാക്കനാട് സൈഡാണ് നിൽക്കുന്നത്. CNG പകുതി തീർന്നു. പക്ഷെ എന്ത് സീനാളെ, 484 രൂപ ഇട്ടിട്ടുള്ളൂ. ഈ പകുതി CNG തീർന്നില്ല. അവസ്ഥ വലിയ ശോകമുണ്ട. ഇവിടെ നിർത്താൻ പറ്റില്ല, വലിയ വണ്ടികളൊക്കെ വന്നെയാണ്. 1 വേ ആണ്, അല്ല 2 വേ ആണ്. ആ മരത്തിൻ്റെ അടി കൊണ്ടിടാം. എവിടെ നിന്നായാലും ട്രിപ്പ് വരാനുള്ളത് വരും. എൻ്റെ പൊന്നോ, എന്ത് പോസ്റ്റാണ് കേസ്. നമ്മൾ ഇവിടെ തന്നെ ഇടാം. ഇവിടെ റോഡാണല്ലോ ഭർത്താവേ. വീടാം. എൻ്റെ പൊന്നിവിടെ സീനാവും. അതാ അവിടെ ഇടാം. അവിടെ നല്ല മരത്തിൻ്റെ അടിയിൽ നല്ല സ്പേസ് ഉള്ളൊരു സ്ഥലം കിട്ടി. ദിസ് ഈസ് ദ സ്പേസ്. ഒരു കല്ലുകൾ കണ്ടല്ലോ, തട്ടുമോ? തട്ടിയില്ല. ഇവിടെ ഇനി വണ്ടി എടുത്ത് വെച്ച് കാണാം. ഇവിടെ നിൽക്കാം. ഗൈസ്, ഞാനവിടെ നിന്ന് പോകുന്നു ഗൈസ്. ശോക ഏരിയയാണ് അതൊക്കെ. ട്രിപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ പതുക്കെ പാലാരോട്ടത്തിന് അങ്ങോട്ട് പോകേണ്ടി വരും. ഈ കാക്കനാട് ഏരിയ കഴിഞ്ഞ് വൈകുന്നേരം നോക്കിയാൽ മതി. ശോകമാണ്. പിന്നെ ഇപ്പം കയറിയ കസ്റ്റമർ ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ 370 കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം 370 380. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, മേഡം ഒന്ന് ചെക്ക് ചെയ്തോന്ന് പറഞ്ഞു. അല്ല, എനിക്ക് വേറൊരാൾ ബുക്ക് ചെയ്ത് തന്നത്. എന്നിട്ട് അയാൾ പറഞ്ഞു 370. ഞാൻ എന്നിട്ട് മൊബൈൽ കാണിച്ചു കൊടുത്തപ്പം എന്താണ് അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണ്. എനിക്ക് വയ്യ.
കാലിയോടി CNG കത്തോന്നല്ലാതെ വേറെ രക്ഷയില്ല മോനെ. ട്രിപ്പൊന്നുമില്ല ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, ഇതുവരെ ഒരു ട്രിപ്പ് അടിച്ചില്ലടാ. വല്ലാത്ത ദയനീയമായ അവസ്ഥയുണ്ടത്. എൻ്റെ പൊന്ന് ഫുൾ ഷോ. സർവീസ് റോഡിൽ കൂടി കയറാം. തണല് കണ്ടു കഴിഞ്ഞാൽ അപ്പ ചവിട്ടിക്കോളാം. ബോറടിച്ചിട്ട് വയ്യ ഗൈസ്. ബോറടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാരത്തെ ഒരു ബോറടി എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. അത്ര ശോകം ബോറടി. വിശക്കണുണ്ട്, പക്ഷേ കഴിക്കാനൊരു മൂടില്ല. ഇവിടെ പോസ്റ്റ് അടിക്കാം. പോസ്റ്റ് അടിച്ച് ഒരു 2 മണി വരെ പോസ്റ്റ് അടിക്കും ഞാൻ. എന്നിട്ട് ട്രിപ്പില്ലെങ്കിൽ പിന്നെ വെറുതെ ഇവിടെ റോട്ടിൽ കിടന്നിട്ട് കാര്യമില്ല. നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് രാവിലത്തെ ഓട്ടോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതേ നടക്കുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഒരു കുന്തോ ഇല്ല ഗൈസ്. ഒരുമാതിരി തൊലിഞ്ഞ ദിവസം എന്നൊക്കെ പറയില്ലേ, ആ ദിവസമാണിത്. ഭയങ്കര ശോകമുണ്ട്, ഭയങ്കര ശോകം. നോ ട്രിപ്പ്. ഇനിയിപ്പോൾ നോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. നാളെ രാവിലെ ഇറങ്ങിയാലോ നമുക്ക്. ദിവസങ്ങൾ ഭയങ്കര ശോകമാണ്. കഴിഞ്ഞ ഈ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ ഓടിയത്. ആ ഒരു ദിവസം എനിക്ക് നല്ല ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ എനിക്ക് ബാഡായിരുന്നു. അതായത് ഈ ആഴ്ച ഓടിയിട്ട് എനിക്ക് 1800 രൂപ ഞാൻ ഒപ്പിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ഒപ്പിച്ചിട്ടുള്ളൂ. ഇന്ന് വ്യാഴാഴ്ചയായി. സോ ഇനിയിപ്പോൾ എവിടെ കിടന്ന് സമയം കളഞ്ഞ് പുറത്ത് പോയി ഒരു ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കണം ഒരു 100-150 രൂപ. കിടന്നല്ല വീട്ടിൽ പോയി ഫുഡ് അടിക്കണേ. ആ 150 രൂപയുടെ CNG കത്തിച്ച് നേരെ വീട്ടിലേക്ക് പോകണമല്ലോ. ഓണോയ്ക്ക് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഒന്നുമില്ല. ഇത്ര നേരം ഞാനിവിടെ പോസ്റ്റ് അടിച്ച്, ഇവിടെയൊക്കെ പോസ്റ്റ് അടിച്ച് ഇന്നത്തെ ദിവസം. എന്നിട്ട് ഞാൻ ട്രിപ്പ് ഇട്ടാ. അപ്പോൾ ഈ ചില മച്ചാന്മാർ കമൻ്റ് അടിക്കും, ബ്രോ ഇത്ര രൂപയൊക്കെ ഒപ്പിക്കണുണ്ടല്ലോ, മറ്റാണോ അറച്ചാന്ന് പറഞ്ഞു. കുറേ പൈസ ഒപ്പിക്കണ്ട്, കുറേ പൈസ. ശോകമാണ് ഗൈസ്, ശോകം. ഇന്നത്തെ ദിവസം ശോകമാണ്. ശോകമാണ് ഞാൻ പറയണില്ല. പറഞ്ഞ് എനിക്ക് തന്നെ എന്തോ പറയും. സോ ഇനി നേരെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് വൈകിട്ട് നല്ല ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോയിരുന്ന ഐസ്ക്രീം കഴിക്കാം. ആ വണ്ടിയിൽ കട്ട കെട്ടി വെച്ചേക്കണമൊക്കെ കറക്റ്റ് ലെവലിൽ കെട്ടി വെച്ചേക്കണം അല്ലേ. അതൊരു കലാകാരനുണ്ടോ കെട്ടി വെച്ചേക്കണത്. ഓ വണ്ടർഫുൾ. കൊള്ളാല്ലേ സംഭവം, സെറ്റ്. വഴി കൂടി കയറി അങ്ങോട്ട് അപ്പുറത്തോട്ട് പോകാം. തന്നെ എന്തായാലും ഇന്നത്തെ ദിവസം തോലഞ്ഞി. എന്നാൽ പിന്നെ ഒരു ജ്യൂസും കൂടി കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ ഉണ്ടാവും പൊള്ളിക്കുമ്പോഴത്തെ. അവർക്കൊക്കെ നല്ല കച്ചവടം ഇടാം. ഐ തിങ്ക് വാട്ടർമെലൺ ജ്യൂസ്, പൊട്ട് വെള്ളരിക്ക, പിന്നെ മോരും വെള്ളം 30 രൂപ. സംഭവം കൊള്ളാം. നല്ല ഒരു എനർജി കിട്ടി അത് കുടിച്ചപ്പോൾ. 2 മാസത്തേക്ക് വണ്ടി എവിടെയെങ്കിലും സൈഡിലിട്ടിട്ടേ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി നോക്കാമായിരുന്നു. പിന്നെ വെച്ചാൽ വരെ നമുക്കിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റിയില്ലട്ടോ. കാരണം ഫണ്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് ഓടിക്കിട്ടുന്ന ഫണ്ട് അവിടെ കൊണ്ടേ കൊടുക്കാന്നുള്ള വിചാരിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ ആ പോലീസ് ഓഫീസറിനെ വിളിച്ചായിരുന്നു. പക്ഷേ പുള്ളി ഫോൺ എടുത്തില്ല. സോ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടേ കൊടുക്കാം. എന്തായാലും അവർ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന്
ഫൈൻ അടക്കണമെന്നാണ് പറഞ്ഞേട്ടാ. കിടിലൻ ഫൈനാണ് കിട്ടിയാണ്, കിടിലൻ ഫൈൻ. അതെന്തായാലും നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ വ്ളോഗിൽ നിങ്ങൾക്കത് കാണാം കേട്ടോ, ലൈവായിട്ട് കാണാം. എന്നാലും ഒരു സുഖം ഉണ്ടാവുള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു ഹോം ഗൈസ്. എനിക്കൊരു ട്രിപ്പ് അടിച്ചു ഗൈസ്, നോറ്റ് നിന്നിട്ടൊരു ട്രിപ്പ് അടിച്ചു. കറക്റ്റ് ഇവിടെ ജംഗ്ഷനിലെത്തിയപ്പോൾ ഒരു ട്രിപ്പ്. ഒരു ഗുണമില്ല എടുത്തിട്ട്, കാലിയോടിയാണ് എല്ലായിടത്തുനിന്നും വന്നേക്കണേ. ഞാൻ ഇതും എടുത്ത് കാലിയോടി തന്നെ വരേണ്ടി വരും. പക്ഷേ ഈ പൈസ കൊണ്ട് വേറൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് CNG എങ്കിലും അടിക്കാം. അതുകൊണ്ട് മാത്രം എടുത്താണ്. എന്തായാലും SH അടിച്ചാണ് തൃപ്പൂണിത്തറയിലേക്ക് കണ്ട. ഫുഡ് കഴിച്ചുള്ള ഫുഡൊന്നും കുഴപ്പമില്ല, ഇന്നത്തെ ദിവസം പോയി. ഇനി നേരെ നമുക്ക് പോയിട്ട് പരിപാടി സെറ്റ് ചെയ്യാം ഗൈസ്. വീട്ടിൽ കയറാൻ വേണ്ടി ഇരുന്നേച്ച എനിക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് ഉദയംപേരൂരാണ്ടോ. പുതിയ കാവില്ലേ, പുതിയ കാവ്, ഉദയംപേരൂർ. അവിടം വരെ എത്തി. ആൻഡ് എന്താണ് 699 രൂപ കിട്ടിയിട്ടാ. അതായത് 230 രൂപയാണ് ഈ കൊച്ചിൻ്റെ നിന്ന് മേടിച്ചത്. ഒരു ഐ തിങ്ക് ഒരു BCom ഒക്കെ പഠിച്ച് നീറ്റ് എക്സാം ഏതാണ് ഒരു പെങ്കൊച്ചായിരുന്നേട്ടാ. വച്ച് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഉള്ളിലോട്ട് കയറ്റിയപ്പോൾ അവിടെ JCB കിടന്നു വെച്ചു. വണ്ടി പോകില്ല എന്ന് അവിടുത്തെ പണിക്കാർ പറഞ്ഞു. ലാസ്റ്റ് ഇവിടെ തന്നെ ഇറക്കി വിട്ട് കൊച്ച് നടന്നു പോയി. അങ്ങനെയായിരുന്നു, വലിയ സംഭവമായിട്ടുള്ള ഇതൊന്നും ആയിരുന്നില്ല. പഠനമായിരുന്നു, പഠിക്കണമായിരുന്നു. എന്തോ എക്സാമാണെന്ന് തോന്നുന്നു. അപ്പം ഫുൾ ടൈം പഠനം, ആ മൂഡ് സാധനം. അങ്ങനെ ഞാനിപ്പോൾ ഉദയംപേരൂരെത്തി. ഇനി ഇവിടെ എവിടെയെങ്കിലും വല്ല കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണേ. അവിടെ കഞ്ഞി കപ്പാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വീട് ഈ ഏരിയയിൽ എവിടെയെങ്കിലും കയറി ഇനി ഫുഡ് കഴിക്കാടാ. ഇനിയിപ്പോൾ വീട്ടിൽ കയറാനുള്ള മൈൻഡ് പോയി. ഉദയംപേരൂരെത്തിയില്ലേ, ഇനി ഇവിടെ പോസ്റ്റ് അടിക്കാം. എന്തായാലും ഇന്ന് പോസ്റ്റ് ഡേ ആണ്, പോസ്റ്റ് വ്ളോഗാണെന്ന്. മരുന്ന് 2 മണിക്ക് കഴിക്കണ്ടായിരുന്നു, അത് ഒരെണ്ണം കഴിച്ചില്ല, മിസ്സായി. അത് ചില സമയത്ത് നമ്മൾ ഈ ഫീൽഡ് ആയതുകൊണ്ടാണ് കറക്റ്റ് 2 മണിക്കൂർ ഇടവിട്ടൊക്കെ കഴിക്കൽ വിട്ടുപോകും ചില സമയത്ത്. നടപടിയാത്ത കേസാണത്. എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഇതിനടുത്ത് കസ്റ്റമർ വന്നിട്ട് കാണാം കഴിച്ചു. ഞാനിവിടെ എവിടെയെങ്കിലും കയറി ഒന്ന് ഫുഡ് അടിക്കട്ടെ, അല്ലെങ്കിൽ പരിപാടി നടക്കില്ല. രാവിലെ ഒരു 3 ഇടിയപ്പവും ഒരു ഇതും കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചുള്ള. ഇവിടെ എവിടെയെങ്കിലും കയറി ഫുഡ് അടിക്കട്ടെ. ഫുഡ് എവിടെയാണ്? ഫുഡ് തോട്ടിൽ പോയാ ചേട്ടൻ? തോട്ടിൽ പോയതല്ല, തോട്ടിൽ ഇറങ്ങിയതാന്ന് തോന്നുന്നു. ചേട്ടൻ എന്തോ പോയി. അവിടെ ഒരു കള്ള് ഷാപ്പുണ്ട്, ഉണ്ടോ? വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കള്ള് ഊണെന്ന് എഴുതിയാറുണ്ട്, കള്ള് ഊണ്. ഏട്ടനങ്ങാണ്ട് വളച്ചാൻ നിങ്ങൾ അവിടെ കിടന്നത് തിത്തൈ ആദ്യത്തൈ എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ടി വരും. ഈ സൈഡ് വളച്ച് ഇവിടെ എപ്പോഴെങ്കിലും കയറി ഫുഡ് അടിക്കട്ടെ. അയ്യോ ഭക്ഷണം വേണം, മാറിക്കോ ചേട്ടാ, ഭക്ഷണം വേണം, വിശക്കുന്നേ. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഇങ്ങനെ ഷോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല മീൻകറിയൊക്കെ ഉണ്ടാവും. ഇവിടെ തന്നെ കയറാം. നോമ്പ് കഴിഞ്ഞെൻ്റെ, ഞാൻ ഒരാഴ്ചത്തെ നോമ്പായിരുന്നു. എൻ്റെ നോമ്പ് പൊളിഞ്ഞു പോയി കഴിച്ച. സൈഡ് പന്നിയിറച്ചി കഴിച്ചു ഞാൻ പോയിട്ട്. ഓണത്തോടെ എൻ്റെ നോമ്പ് തൊലഞ്ച്. ഞാൻ ഇനി എന്തായാലും പോയി ഫുഡ് കഴിക്കട്ടെ. അവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കട്ടെ. ആദ്യം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ബാക്കി കാണാം. ഞാൻ കള്ള് ഷാപ്പിലെ വീഡിയോ കൂടി എടുത്തിട്ടേക്കാം. ഊണ് പ്ലസ് മീൻകറി പ്ലസ് കള്ള്. ഊണ് പ്ലസ് മീൻകറി 50 രൂപ എന്നുള്ള ഇതാണ്. ഉണ്ടാന്ന് നോക്കട്ടെ. ചേട്ടാ ഊണുണ്ടോ? നൈസ് പുളിമൂട്. ഊണുണ്ട് ഇവിടെ നിന്ന് കഴിക്കാം. നൈസ്. ഞാൻ പറയാ ഇവിടുത്തെ മീൻ ചാറൊക്കെ വെറുതെ ഇടിപെട്ട് സാധനമായിരിക്കും.
അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ടേസ്റ്റ്. കള്ള് 1 ലിറ്റർ 130 രൂപ. അതെ, ഒരു കൊഴുവറുത്തും കൂടി പറഞ്ഞിട്ടുണ്ട്, അതും കൂടി കഴിക്കാം. ഗൈസ് 170 രൂപക്ക് ഞാൻ കയറ്റി. ഈ കള്ള് ഷാപ്പിൻ്റെ ഇവിടെ ഇരുന്നാണ്ട ഞാൻ കഴിച്ചത്. സീനൊന്നുമില്ല, ഫുഡ് കൊള്ളാട്ടോ, പക്ഷേ ആംബിയൻസ് ശോകമാണ്. നമ്മുടെ പുതിയ കാവിൽ നിന്ന് ആ വളഞ്ഞ വഴിയിലാണ്ടാ ഈ കള്ള് ഷാപ്പുള്ളത്. മീൻകറി ഒരു രക്ഷയില്ലടാ. ഓ വെയിലത്താ വണ്ടി കൊണ്ടിട്ട് ഓണാക്കിയിട്ടുണ്ട്. ഊബർ ഓണാക്കിയിട്ടുണ്ട്. ട്രിപ്പ് കിട്ടുമെന്ന് ദൈവത്തിനറിയാം. അവിടെ എവിടെയെങ്കിലും ഒന്ന് മാറ്റിയിടട്ടെ. മീൻകറിയില്ലേ ഒരു രക്ഷയില്ല, നല്ല എരിവുണ്ടായിരുന്നേ. ഇറ്റ്സ് റെക്കോർഡിങ്. ആ റെക്കോർഡാണോ നോക്കിയാ. കൊഴുവക്ക് 120 രൂപ, മീൻകറി 50 രൂപ ഉള്ളൂ. പക്ഷേ ഊണും മീൻകറിയും കൂടി 50 രൂപ ഉള്ളൂ. കൊഴുവക്ക് 120 രൂപ. കൊഴുവ ഞാൻ പകുതി കഴിച്ചോളൂ, കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അയ്യോ, അങ്ങനെ അതും കഴിഞ്ഞ് നേരെ മുമ്പോട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിടാനൊരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇടാൻ സ്ഥലം നോക്കി ഞാൻ പതുക്കെ ഇങ്ങോട്ട് പോകുന്നുട്ടോ. ഇപ്പം നമ്മുടെ ഗുണ്ടന്നൂരെത്താറായി. കാലിയോടിയാ പോണം. ഒരു ട്രിപ്പ് നമ്മ എവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ആക്കുന്നു, അവിടെ നിന്ന് കാലിയോടി തന്നെ തിരിച്ചു പോരണേ. അത്ര ഷോവാണ് ഇപ്പം, ട്രിപ്പില്ലാത്തതുകൊണ്ടാണ്. സോ നമുക്ക് നേരെ പയ്യെ ഇങ്ങനെ പോവാം ഗൈസ്. ഇപ്പം ഇനി 2 മാസത്തേക്ക് ഇപ്പം ഇനി ഓട്ടം കുറവായിരിക്കും നമുക്ക്. സോ നിങ്ങളെ ഞാൻ കൊച്ചി മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഏത് വഴി കൂടിയൊക്കെ പോകണമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻ്റ് അടിക്കും. നമുക്ക് വ്ളോഗ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓട്ടം കിട്ടിയാലും ഇല്ലെങ്കിൽ ശോകം. പിന്നെ അത് ഇവിടെ ഈ മരട് കണ്ട, ഇവിടെ ഒരു അടിപൊളി സ്പോട്ടാണ് ഇടാം. അത് ഞാൻ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. അവിടെ ഒരു ഐലൻഡ് ഉണ്ട്, നൈസാണ്. നമുക്ക് ആ ഐലൻഡ് ഷൂട്ട് ചെയ്യാം. വണ്ടിക്ക് പോയിട്ട് ഐലൻഡൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളെ കൊച്ചി കാണിച്ച് ഞാൻ സെറ്റാക്കി തരാം ഗൈസ്. കാരണം വ്ളോഗ് ഞാൻ ഇനി എന്തായാലും മുടക്കണില്ല. എല്ലാവരും പറയണ എനിക്ക് മെസ്സേജ് പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയക്കണ്ടേ. അവരെൻ്റെ അടുത്ത് പറയണത് ഒരു ട്രിപ്പാണെങ്കിലും 2 ട്രിപ്പാണെങ്കിലും ബ്രോ കറക്റ്റായിട്ട് ഇട് എന്ന് പറഞ്ഞു. നമ്മൾ ട്രിപ്പുള്ള ദിവസം മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത്. ഇനിയിപ്പോൾ ട്രിപ്പ് ഇല്ലാത്ത ദിവസവും ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടൻറ്റ് ഞാൻ നിങ്ങളെ കൊച്ചി മൊത്തത്തിൽ പതുക്കെ എല്ലാ സ്ഥലങ്ങളും ഞാൻ പയ്യെ പഠിപ്പിച്ചു തരാം. കൊച്ചി എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ മച്ചാമാരെ. പൃഥ്വിരാജ് ഉണ്ടാകുന്നൊക്കെ അറിയാം. പൃഥ്വിരാജിൻ്റെ ഫ്ലാറ്റാണ് കാണാൻ. അതായത് തോപ്പുംപടി പാലം കയറുമ്പോൾ ഇറക്കത്തിൽ കാണുന്ന ഫ്ലാറ്റില്ലേ, ഇവിടെ നിന്നാലും കാണാം. ഇതിപ്പോൾ ഞാൻ കണ്ണങ്ങാട്ട് പാലത്തിൻ്റെ മേളിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. തൃപ്പൂണിത്തറയെന്ന് ഇവിടം വരെ ഞാൻ ഓണാക്കിയിട്ട് ഒരു ട്രിപ്പ് പോലെ എനിക്ക് അടിച്ചില്ലടാ. അപ്പോൾ ആ ചായക്കടയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഓഫാക്കി. ഒരു ട്രിപ്പ് പോലെ അടിച്ചില്ല എനിക്ക്. 4 മണിയായി, സെറ്റ് 3:40 ഇനി വീട്ടിലോട്ട് കയറാണ്. ഒരു 7 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും കേട്ടോ. പക്ഷെ ഞാനത് വീഡിയോ എടുക്കണ്ട, കാരണം അല്ലെങ്കിൽ ഇനി പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യമില്ല, നോക്കാം നമുക്ക് ട്രിപ്പ് കിട്ടുമില്ലേ. എന്നിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാടാ. അപ്പോൾ മച്ചാമാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചാമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ സമ്പാദിച്ചിരിക്കുന്നത് 669 rupees ഓൺലി. അടിപൊളി.